ഫ്രണ്ട്സ്, വെൽക്കം ടു രഞ്ജസ് ഫുഡ്. ഇന്നത്തെ സ്പെഷ്യൽ ഒരു സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള മൊമോസ് ആണ്. അപ്പോൾ നമ്മൾ പണ്ട് ഡൽഹിയിലായിരുന്ന സമയത്ത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ എപ്പോഴും മൊമോസ് വാങ്ങി കഴിക്കുക. നന്നേ തൊട്ട് ഫേവറേറ്റ് സാധനമാണ് മൊമോസ്. പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു ദിവസം വീട്ടിലുണ്ടാക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ നമ്മളങ്ങനെ ട്രൈ ചെയ്തതാണ് മൊമോസ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാനെന്ന്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ മാവ് റെഡിയാക്കാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയാണ്. അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ്, അതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. മയത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ അത് ലാസ്റ്റ് ഞാൻ കുഴച്ചതിന് ശേഷമാണ് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ഫില്ലിങ്സ് ആക്കാനാണ്. ഫില്ലിങ്സിന് വേണ്ടി നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിനോട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വിസിലടിച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മമ്മൂസിന് ആവശ്യമായിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ചട്നി ഉണ്ടാക്കുക തക്കാളി ചട്നിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. 3-4 വറ്റൽമുളക്, 3 മീഡിയം സൈസിലുള്ള തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ചത്, ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഒരു 2-3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് നന്നായിട്ട് വെന്തൊന്നും പോവേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ തക്കാളിയെല്ലാം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം ചട്നി കുറച്ച് കുറുകിയിട്ടാണ് ഉണ്ടാവുക. ഒരുപാട് വെള്ളമാക്കി എടുക്കേണ്ട. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളം നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ തക്കാളിയുടെ തോലെല്ലാം നമ്മൾ എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം തക്കാളിയുടെ തോലെല്ലാം കളഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. തക്കാളി നമ്മൾ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റൊരു പാൻ എടുത്തിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തിടുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് സോയാ സോസ് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോയാ സോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട്, പഞ്ചസാര ഇടുന്നതെന്ന് വെച്ചാൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എരിവും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല കുറുകി വേണം നമുക്ക് ചട്നി ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വേവിച്ച ചിക്കൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ഫില്ലിങ്സിന് വേണ്ടി നമ്മൾ സവാള 1 കപ്പ് സവാള ചെറുതായി മുറിച്ചത്, സ്പ്രിംഗ് ഓണിയൻ 1/2 കപ്പ്, മല്ലിയില ചെറുതായിട്ട് മുറിച്ചത്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓയിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഒരുപോലെ ആവുന്നിടം വരെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ മൈദാമാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്താൻ വേണ്ടി എടുക്കുന്ന പോലെ ചെറിയ ചെറിയ ബോളുകളാക്കി ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ കുറച്ച് ചെറിയ തിക്കായിട്ട്, ഒരുപാട് കനം കുറച്ച് പരത്തിൽ കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തുക. എന്നിട്ട് ഒരു ചെറിയ എന്തെങ്കിലും പാത്രം എല്ലാം വെച്ചിട്ട് ഒരു വട്ടത്തിലുള്ള ചെറിയ പീസസ് ആയിട്ട് നമ്മൾ മുറിച്ചെടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ റൗണ്ടാണ് കുറച്ചുകൂടി നല്ലത്, ഒറിജിനലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ഫില്ലിങ്സ് അതിനകത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ സൈഡ് എഡ്ജസ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അതോട് ഒട്ടിയിരുന്നോളും. ഞാനിതിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലരുടെയിലൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ അങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ബാക്കിയും കൂടെയുള്ള ഫില്ലിങ്സ് നമുക്ക് ആക്കാം. എല്ലാം റെഡിയാക്കി വെക്കാം.
ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാനെല്ലാം ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ആവിയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ആവിയിൽ കുറച്ചൊരു 10-15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി വേവിക്കുക. അങ്ങനെ 15 മിനിറ്റ് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ മമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങളുടെ മമ്മൂസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ചട്നിയും കൂടി കൂട്ടി കഴിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മമ്മൂസ്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്, പക്ഷേ ഇത്ര ടേസ്റ്റ് ആവുമെന്ന് വിചാരിച്ചു. എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.